KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് മലയോര മണ്ണിന്റെ ആദരം നാളെ തിരുവമ്പാടിയിൽ. MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്യും. സോളാർ കേസ് പ്രതി സരിത നായർക്കെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തു. LDF അധികാരത്തിലെത്തിയാൽ പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്ന് സീതാറാം യെച്ചൂരി. ബാർ കോഴക്കേസിൽ വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യില്ലെന്ന് ഹൈക്കോടതി, തിരിച്ചടിയല്ലെന്ന് KM മാണി. യുവത്വം നാടിന്റെ കരുത്ത്. SYS ധർമ്മസഞ്ചാരം 3ാം ഘട്ടത്തിന് തൃശൂരിൽ തുടക്കമായി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ 104 ആൻഡ്രോയിഡ് ആപ്പുകളിൽ ട്രോജൻ വൈറസുകളെ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. സോളാർ കേസ് പ്രതി സരിത S നായർക്കെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തു. കത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തുന്നു. ഹർജിയിൽ അടുത്ത മാസം 28-ന് വാദം കേൾക്കും. സരിത നായരുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കത്തിനു പിന്നിൽ വൻ സാമ്പത്തിക ശക്തികളാണ്. ബാർ ഉടമകളിലെ ഒരു വിഭാഗവും UDF തോറ്റാൽ നേട്ടമുണ്ടാകുന്നവരുമാണ് ആരോപണത്തിനു പിന്നിൽ. മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശമില്ലെന്ന് ബാലകൃഷ്ണപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജയിൽ DGPയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സോളാർ കമ്മീഷനിൽ ബിജു ക്രോസ് ചെയ്തപ്പോഴും സരിത ഇക്കാര്യം നിഷേധിച്ചിരുന്നു. കത്തുവന്നത് UDFന്റെ സാധ്യതകൾ തെളിഞ്ഞുവരുന്ന സാഹചര്യത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണം ആർക്കും ഉന്നയിക്കാം. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇതാണ്. ഈ പറയുന്നതിൽ 1% ശരിയുണ്ടെങ്കിൽ ഗുരുതരമായ സ്ഥിതിയാണ്. ആരോപണവും അതിലെ യാഥാർത്ഥ്യവുമാണ് ജനം നോക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ നിലവിലെ മദ്യനയത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. നിലവിലെ പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്നും ഇക്കാര്യം CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യ ഉപയോഗം കുറച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്നത് അനാവശ്യ വിവാദങ്ങളാണെന്നും യെച്ചൂരി മാധ്യമങ്ങളോട് പറഞ്ഞു. LDF സർക്കാരിന്റെ മദ്യനയം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് യെച്ചൂരിയുടെ പ്രതികരണം. ഇന്ന് അവൈലബിൾ PB യോഗം ചേർന്നാണ് പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്ന് തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം PB അംഗം പിണറായി വിജയൻ മദ്യനയം പ്രായോഗികമല്ലെന്നും മദ്യവർജനമാണ് LDF നയമെന്നും പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് CPMന്റെ മദ്യനയം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തുവന്നു. മാത്രമല്ല, ബാർ ഉടമകളും CPMും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് പിണറായിയുടെ പരാമർശത്തിലൂടെ പുറത്തുവന്നതെന്ന് സുധീരൻ ആരോപിച്ചിരുന്നു. ബാർ കോഴക്കേസിൽ വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യില്ലെന്ന് ഹൈക്കോടതി. സ്റ്റേ അനുവദിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഈ മാസം 16-ന് വിജിലൻസ് കോടതി കേസ് സംബന്ധിച്ച് എന്തെങ്കിലും ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ KM മാണിക്ക് അവസരമുണ്ടെന്നും ജസ്റ്റിസ് PD രാജൻ പറഞ്ഞു. വിജിലൻസ് കോടതിയിൽ ഈ കേസിലുള്ള മറ്റ് കക്ഷികളെ കൂടി ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേർത്തു. ബാർ കോഴക്കേസിൽ സ്റ്റേ ഇല്ലാത്തത് തിരിച്ചടിയല്ലെന്ന് KM മാണി. കേസ് തള്ളിയാലേ തിരിച്ചടിയെന്ന് പറയാനാകൂ. എല്ലാ വിവരങ്ങളും പുറത്തുവരട്ടെയെന്നും KM മാണി പറഞ്ഞു. ബാർ കോഴക്കേസിലെ തുടരന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിനോട് പ്രതികരിക്കുകയായിരുന്നു KM മാണി. സ്റ്റേ അനുവദിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. കേസ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കേസ് അഡ്മിറ്റ് ചെയ്തിട്ട് വാദത്തിന് വേണ്ടിയിട്ട് 19-ാം തീയതി വെച്ചിരിക്കുക. 19-ാം തീയതി വിശദമായി കേസ് മറ്റ് നടപടികളിലേക്ക് കടക്കും. അതെങ്ങനെയാ തിരിച്ചടിയാതെങ്ങനെയാ? കേസ് തള്ളിയാൽ തിരിച്ചടിയാ. കേസ് വാദം കേൾക്കാൻ ഇരിക്കുകയല്ലേ. സ്റ്റേ മൂവ് ചെയ്ത് സ്റ്റേ മാത്രം വേണ്ടാന്ന് വെച്ചു. സ്റ്റേ ഇപ്പൊ അനുവദിക്കുന്നില്ല. കേൾക്കട്ടെ, വാദം കേൾക്കട്ടെ. അത് നമുക്ക് മുഴുവനായിട്ട് കേസിന്റെ എല്ലാ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവസരമുണ്ടല്ലോ. അതൊക്കെ പോട്ടെ. കോടതിയിലിരിക്കുന്ന വിഷയം ഇനി ഒരു ചോദ്യം ചോദിക്കേണ്ട. കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. കോടതിയുടെ നടപടി 16-ാം തീയതി മേൽക്കോടതി ഇരിക്കുന്ന ഒരു വിഷയം കീഴ്ക്കോടതി പരിഗണിക്കുന്നു. അതൊക്കെ പോട്ടെ. ഇതൊക്കെ കോടതി ഇരിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ അതിലേക്ക് കൂടുതൽ കിടക്കണ്ട. കോടതി യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ 104 ആൻഡ്രോയിഡ് ആപ്പുകളിൽ ട്രോജൻ വൈറസുകളെ കണ്ടെത്തി. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു.
ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ 104 ആൻഡ്രോയിഡ് ആപ്പുകളിൽ ട്രോജൻ വൈറസുകൾ ഉള്ളതായി റഷ്യ അറിയിച്ചു. 3.2 മില്യൺ ആളുകൾ ഇതുവരെ ഈ ആപ്പുകൾ ഡൌൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും റഷ്യയുടെ സുരക്ഷാ ഗവേഷകർ കണ്ടെത്തി. ആൻഡ്രോയിഡ് സ്പൈ 277 എന്ന മാൽവെയർ ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗെയിമുകൾ, ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ആപ്പുകൾ, വീഡിയോ പ്ലെയർ തുടങ്ങിയ ആപ്പുകളിലാണ് ഈ മാൽവെയർ ഉള്ളത്. സ്മാർട്ട് ഫോണുകളിലെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താനും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാനും ശേഷിയുള്ള അപകടകാരിയാണ് ഈ ട്രോജൻ വൈറസ് എന്നും റഷ്യ പറയുന്നു. വൈറസ് ബാധിച്ച ആപ്പ് ഡൌൺലോഡ് ചെയ്താൽ ആപ്പ് ഉദ്ദേശിച്ച രീതിയിൽ ഫോണിൽ പ്രവർത്തിക്കില്ല. പകരം അതിലെ വൈറസ് സ്മാർട്ട് ഫോണിലുള്ള സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ച് ഹാക്കർമാരുടെ സെർവറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഫോണിന്റെ IMEI കോഡ്, യൂസറുടെ വിവരങ്ങൾ, ഫോൺ നമ്പർ തുടങ്ങിയ സ്വകാര്യ വിവരങ്ങളെല്ലാം തന്നെ ഹാക്കർമാർ കൈക്കലാക്കും. വൈറസ് ബാധിച്ച ആപ്പുകൾ ഓരോ പ്രാവശ്യവും തുറക്കുമ്പോൾ വിവരങ്ങളെല്ലാം ഹാക്കർമാരുടെ പക്കലെത്തുമെന്നാണ് വിവരം. അതേസമയം വൈറസ് ബാധയുടെ വിവരങ്ങൾ റഷ്യ ഗൂഗിളിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നാണ് കരുതുന്നത്. KMIC ന്യൂസിനു വേണ്ടി കരീമേലകുളം. കേരള തീരത്ത് കരിമണൽ ഖനനം നടത്താൻ സ്വകാര്യ കമ്പനികൾക്ക് സുപ്രീംകോടതി അനുമതി. സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം നിഷേധിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവിനെതിരെ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി. പൊതുമേഖലാ പങ്കാളിത്തമുള്ള സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം നടത്താനാണ് സുപ്രീംകോടതി അനുമതി. ഈ കമ്പനികൾക്ക് ഏതൊക്കെ മേഖലയിൽ ഖനനം നടത്താമെന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അടങ്ങിയ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. താക്കൂറിന്റെ നിലപാടിനോട് ജസ്റ്റിസ് ഗോപാൽ ഗൌഡയും യോജിച്ചു. എന്നാൽ ബെഞ്ചിലെ 3ാമത്തെ ജഡ്ജിയായ ജസ്റ്റിസ് ഭാനുമതി വിയോജിപ്പ് രേഖപ്പെടുത്തി. ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോടതി ഇടപെടുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് ഭാനുമതിയുടെ വിയോജിപ്പ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. യുവത്വം നാടിന്റെ കരുത്ത് എന്ന പ്രമേയത്തിൽ SYS സംസ്ഥാന കമ്മിറ്റി മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ച ധർമ്മസഞ്ചാരത്തിന്റെ 3ാം ഘട്ടത്തിന് തൃശൂരിൽ തുടക്കമായി. പാലക്കാട് ജില്ലയിലെ 4 സോണുകൾ ഉൾപ്പെടെ 90 സോണുകളിൽ സംസ്ഥാന നേതാക്കളുടെ ധർമ്മസഞ്ചാരം പൂർത്തിയായി. 3ാം ഘട്ടം ഞായറാഴ്ച കോട്ടയം ജില്ലയിൽ പൂർണ്ണമാകും. 14, 15 തീയതികളിൽ ധർമ്മസഞ്ചാരം തിരുവനന്തപുരത്ത് സമാപിക്കും. ഇന്നലെ തൃശൂർ ജില്ലയിലെ 6 സോണുകളിൽ പര്യടനം പൂർത്തിയാക്കി. ഉച്ചയ്ക്ക് 2:30 ചേലക്കരയിലായിരുന്നു തുടക്കം. കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലത്ത് സംസ്ഥാന സെക്രട്ടറി കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരിയും ചാവക്കാട് കേന്ദ്ര മുഷാവറ അംഗം TP അബൂബക്കർ മുസ്ലിയാർ വെൺമേനാടും ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സോൺ പെരിങ്ങോട്ടുകര ശാന്തി പാലസിൽ SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് SM ബഷീർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് പറവൂർ, MV സിദ്ദീഖ്, കാമിൽ സഖാഫി എന്നിവർ വിഷയാവതരണം നടത്തി.
സോൺ സെക്രട്ടറി ഷെരീഫ് പാലപ്പിള്ളി, അഡ്വക്കേറ്റ് PU അലി, MVM അഷ്റഫ്, PK സത്താർ, KP ബഷീർ മുസ്ലിയാർ, ഉമർ ബാക്കവി കുരിയാട്, അബ്ദുള്ളക്കുട്ടി ഹാജി തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മലയോര മേഖലയിലെ സുന്നി സംഘ കുടുംബങ്ങളുടെ ആഭിമുഖ്യത്തിൽ നാളെ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവമ്പാടിയിൽ താജുൽ ഉലമ നഗറിലാണ് സ്വീകരണ സമ്മേളനം. തിരുവമ്പാടി ടൌൺ സാന്ത്വന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബത്തിന് നൽകുന്ന ഓട്ടോറിക്ഷയുടെ താക്കോൽദാനവും സാന്ത്വനത്തിന്റെ പുതിയ പദ്ധതിയിലേക്കുള്ള ഫണ്ട് സ്വീകരണവും സാന്ത്വനം സമിതി പ്രഖ്യാപനവും നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹായി വാദി സലാമിന്റെ ഭക്ഷണ പദ്ധതിയിലേക്ക് 50 ചാക്ക് അരി ചടങ്ങിൽ വെച്ച് നൽകും. വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ജിലാനി കാന്തപുരം ഉസ്താദിനെ ആദരിക്കും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി N. അലി അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്യും. വടശ്ശേരി ഹസൻ മുസ്ലിയാർ അനുമോദന പ്രഭാഷണം നടത്തും. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ, VM ഉമർ മാസ്റ്റർ MLA, മുൻ MLA ജോർജ് M. തോമസ്, T. വിശ്വനാഥൻ, G. അബൂബക്കർ, നാസർ സഖാഫി കരിറ്റിപ്പറമ്പ്, നാസർ ചെറുവാടി തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താസമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് സഖാഫി, അബ്ദുൽ കരീം വാലയിൽ, അബു ഫായിസ, കീലത്ത് അബ്ദുൽ കലാം ഹാജി, KB മൊയ്തീൻ കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ബംഗാളിലെ മർക്കസ് പ്രവർത്തനങ്ങളുടെ ആസ്ഥാന കേന്ദ്രമായ മർക്കസ് ത്വയ്ബ ഗാർഡനിലെ ക്യാമ്പസിൽ നിർമ്മിക്കുന്ന മസ്ജിദിന്റെ ശിലാസ്ഥാപനം സയ്യിദ് ഫളൽ ജഫരി കുണ്ടൂർ നിർവഹിച്ചു. ദേവ കോളേജ്, വിമൻസ് കോളേജ്, മദ്രസകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയവയ്ക്ക് പുറമെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ത്വയ്ബയുടെ കീഴിൽ നടന്നുവരുന്നുണ്ട്. ത്വയ്ബ ഡയറക്ടറും MSO ദേശീയ ട്രഷററുമായ സുഹൈറുദ്ദീൻ നൂറാനി അധ്യക്ഷത വഹിച്ചു. ബംഗാൾ ഹജ്ജ് ബോർഡ് അംഗം, TMC പാർട്ടി മൈനോറിറ്റി സെൽ അംഗം മഷർ റബ്ബാനി മുഖ്യാതിഥിയായിരുന്നു. ഇസ്ലാമിന്റെ ആത്മീയ ഭാവവും ഉത്കൃഷ്ടമായ പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നതെന്ന് ശ്രീലങ്കൻ നാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് റീകൺസിലേഷൻ മന്ത്രി അബ്ദുൽ ഹമീദ് മുഹമ്മദ് ഫൌസി പറഞ്ഞു. ആത്മീയതയിലൂന്നിയ പൊതുജീവിതത്തെ മനുഷ്യ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ അറബ് നാടുകൾ പോലും ഇന്ന് കാലുഷ്യത്തിന്റെ വിളനിലങ്ങളായി എന്നത് ഭീതിയോടെ മാത്രമേ കാണാനാകൂ. സ്വലാത്ത് നഗർ മഅദിൻ ക്യാമ്പസിൽ വൈസനിയം കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷനായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റഈസുൽ ഉലമ E. സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഖുദ്സ് യാത്ര സംഘടിപ്പിക്കുന്നു. ഈജിപ്ത്, ജോർദാൻ, ഫലസ്തീൻ, ഇസ്രായേൽ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ സന്ദർശനം നടത്തും. ഖുർആനിലെ ചരിത്രഭൂമികൾ, മസാറുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനവും തബറുക്കുമാണ് ലക്ഷ്യം. മെയ് 17 പുറപ്പെടുന്ന യാത്ര 10 ദിവസം നീണ്ടുനിൽക്കും. ഉംറയടക്കം 19 ദിവസമാണ്. റഈസുൽ ഉലമ E. സുലൈമാൻ ഉസ്താദിനോടൊപ്പമുള്ള യാത്രയ്ക്ക് താൽപര്യമുള്ളവർക്ക് ഈ മാസം 15-നകം സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. മർക്കസ് നോളജ് സിറ്റി CEO ഡോക്ടർ അബ്ദുസലാം, അബൂബക്കർ സഖാഫി വെണ്ണക്കോട് തുടങ്ങി പ്രമുഖർ റഈസുൽ ഉലമയെ അനുഗമിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9946418136 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈൻ ICF ജൂൺ 1, 2, 3 തീയതികളിൽ മനാമ പാകിസ്ഥാൻ ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പ്രകാശതീരം 2016 പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് മമ്മൂട്ടി മുസ്ലിയാർ പടിഞ്ഞാറത്തറ ചെയർമാനും അബൂബക്കർ ലത്തീഫി ജനറൽ കൺവീനറും കല്ലറക്കൽ അബ്ദുൽ ഖാദർ ഹാജി ട്രഷററുമായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. രൂപീകരണ യോഗത്തിൽ അബൂബക്കർ ലത്തീഫി അധ്യക്ഷത വഹിച്ചു. സീനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. MC അബ്ദുൽ കരീം വിഷയാവതരണം നടത്തി. BPK അബൂബക്കർ ഹാജി, ഉസ്മാൻ സഖാഫി, മുഹമ്മദ് കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് മലയോര മണ്ണിന്റെ ആദരം നാളെ തിരുവമ്പാടിയിൽ. MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്യും. സോളാർ കേസ് പ്രതി സരിത നായർക്കെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തു. LDF അധികാരത്തിലെത്തിയാൽ പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്ന് സീതാറാം യെച്ചൂരി. യുവത്വം നാടിന്റെ കരുത്ത്. SYS ധർമ്മസഞ്ചാരം 3ാം ഘട്ടത്തിന് തൃശൂരിൽ തുടക്കമായി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ 104 ആൻഡ്രോയിഡ് ആപ്പുകളിൽ ട്രോജൻ വൈറസുകളെ കണ്ടെത്തി. സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനത്തിന് സുപ്രീംകോടതി അനുമതി. ബാർ കോഴക്കേസിൽ വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യില്ലെന്ന് ഹൈക്കോടതി. തിരിച്ചടിയല്ലെന്ന് KM മാണി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.